കോൺഗ്രസിനെ എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന ആ വിഭാഗത്തിൻ്റെ പിന്തുണ അത് തരൂർ മറക്കാൻ പാടില്ലായിരുന്നു. 2024 പ്രത്യേകിച്ചും 2024 അദ്ദേഹം വിയർത്ത ഘട്ടമാണ്. ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം അത് ഓർക്കുന്നില്ല. വേറെ എന്തൊക്കെയോ ഒരു തരം പിന്തുണ ഉണ്ട് എന്നൊരു തെറ്റിദ്ധാരണയിൽ അദ്ദേഹം കഴിയുകയാണ്. തരൂരിനെ സംബന്ധിച്ച് തരൂരിന് ഇനി എന്ത് സ്ഥാനമാണ് കോൺഗ്രസ് പാർട്ടി നൽകേണ്ടത്? ഏറ്റവും ഉന്നത സമിതിയായ പ്രവർത്തക സമിതിയിൽ അംഗത്വം കിട്ടുന്നു. ഈ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോഴും അപ്പുറത്തെ പാർട്ടി ഉയർത്തിക്കാട്ടിയ പേര് ഖാർഗെയുടേതാണ് എന്ന് വരുമ്പോൾ ആ സമയത്ത് ഖാർഗെക്കെതിരെ നിൽക്കേണ്ട എന്നൊരു രാഷ്ട്രീയം അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഖാർഗെ ഒരു ദളിത് നേതാവാണ്. ഒരു ദളിത് നേതാവ് പാർട്ടിയുടെ അധ്യക്ഷനായി വരട്ടെ എന്നൊരു ആലോചന ഉണ്ടാകാത്ത ഒരു വിശ്വപൗരനാണ് അദ്ദേഹം അപ്പോൾ തനിക്ക് കൂടി മത്സരിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം കണ്ടത്. ആ മത്സരത്തിലെ ജനാധിപത്യത്തെയാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. ശരി, മത്സരിച്ചു. ആ മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഒരു പുതിയ പ്രവണതയ്ക്ക് തുടക്കമിട്ടു. അതേതായാലും പാർട്ടി അംഗീകരിക്കുകയും ചെയ്തു. പാർട്ടിയുടെ ജനാധിപത്യ രീതിയിൽ അത് അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിനുശേഷം പ്രവർത്തക സമിതിയിലേക്ക് എടുക്കുന്നതിലും തടസ്സമുണ്ടായിട്ടില്ല. അത്രയ്ക്കും പാർട്ടി ചെയ്യുകയാണ്. കാരണം അത് ഖാർഗെയല്ല വെല്ലുവിളിച്ചത്. യഥാർത്ഥത്തിൽ ഗാന്ധി കുടുംബത്തെ തന്നെയാണ് വെല്ലുവിളിച്ചത്. ആ ഒരു വെല്ലുവിളി തന്നെയാണ് അദ്ദേഹം അതിൽ നടത്തിയിട്ടുള്ളത്. ആ വെല്ലുവിളി നടത്തിയ ശേഷം അദ്ദേഹത്തെ പ്രവർത്തക സമിതിയിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ രാഹുലിനെ പിണക്കിയാൽ, സോണിയാഗാന്ധിയെ പിണക്കിയാൽ പിന്നെ പാർട്ടിയിൽ അങ്ങോട്ടേക്ക് ഒരു പ്രവേശവുമില്ല എന്ന് പറയുന്നിടത്താണ് അദ്ദേഹത്തിന് ഉന്നത പ്രവർത്തക സമിതിയിൽ തന്നെ അംഗത്വം കിട്ടിയത്.